അപ്പോൾ ഇന്നെന്താ പതിവ് പോലെ നമ്മൾ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ. അപ്പോൾ ഞാൻ കഴിച്ചതിന് ശേഷം അമ്മേനോട് പറയും ഇനി വേണമെങ്കിൽ കഴിക്കുന്ന പറഞ്ഞ് നിർബന്ധിക്കുക കേട്ടോ എന്നെ. വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ല. പിന്നെന്താ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയ സമയത്ത് എന്നെ തിരിച്ചങ്ങ് വിളിച്ചു. അപ്പം ആരായിരിക്കും? എൻ്റെ സ്വന്തം സഹോദരി. അപ്പം അവളിങ്ങനെ വിളിച്ച് ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങിയതാണെന്നുണ്ടെങ്കിലും എന്തോ കാര്യം വിളിച്ചപ്പോൾ തിരിച്ചു വരും. ഇതല്ലെങ്കിലും ഉള്ളൊരു സ്വഭാവം കേട്ടോ. ഇറങ്ങിയതുപോലെ തന്നെ തിരിച്ചങ്ങ് കയറി വരും. അന്ന് ആ ദിവസം പോക്കായിരിക്കും. പിന്നെ അത് അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞത്. പിന്നെ ഞാൻ അമ്മയെന്നൊക്കെ വിളിച്ച് അകത്തോട്ട് കയറിപ്പോയി. അമ്മ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അമ്മ ചോദിക്കും നീ പോയില്ലേന്ന്. അപ്പോൾ കണ്ണച്ചനും ഇത് അന്തം വെട്ടി നിൽക്കുന്നത്. ഇവൾ പോകുമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരത്തെ ഇവളെന്താ പോകാതെ ഇങ്ങനെ നിൽക്കുന്നുള്ളൊരു ചിന്തയാണ് കണ്ണച്ചയ്ക്ക്. പിന്നെ അത് അത്യാവശ്യം നമ്മൾ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോങ്ങൊക്കെ നിർത്താനുള്ള പുറപ്പാടിലായിരുന്നു അച്ഛനും. പിന്നെ അതിന് ശേഷം എന്താ അമ്മ കാവ്യോട് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞ ചേച്ചി ഫോട്ടോ എടുത്തതിന് പകരം എടുത്തൊരു വീഡിയോ. അപ്പോൾ അമ്മേനെ ഞാൻ പിടിച്ച് നിർത്തി വാ അമ്മ ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പം ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവൾ ഇതാ ഒരു വീഡിയോ എടുത്തു. പിന്നെ ഞാനും അമ്മയും കെട്ടിപ്പിടുത്ത് ഉമ്മ വെച്ചും സ്നേഹവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ രാവിലെ അമ്പലത്തിലേക്ക് പോയായിരുന്നു. ആ ചന്ദനൊക്കെ നെറ്റിയിൽ ഇച്ചിരി ഓവറായതുകൊണ്ട് ഞാനങ്ങ് തൂത്താൻ കൊടുത്ത് ചിരിച്ച് കളിച്ചൊക്കെ എന്നപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് കൂടെ അതേ ഒരു ചോട്ടം കയറി വരുന്നു. ഇതാണ് ആ ചോട്ടൻ. കണ്ടവർക്ക് ഇന്നലെ വേണ്ടി കണക്കണ്ടാ. ആള് സത്യം പറഞ്ഞാൽ ഇച്ചിരി പോസിറ്റീവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, കുസുക്കുസുമ്പന. എന്താണെങ്കിലും കുഴപ്പമില്ല. സ്നേഹം നമ്മളെല്ലാവരോടും ഒരേപോലെ തന്നെ കേട്ടോ. ആർക്കും ഇന്ന ആൾക്ക് കൂടുതൽ ഇന്ന ആൾക്ക് കുറവ് അങ്ങനെ. പിന്നെ നമുക്ക് ഓഫീസിലേക്ക് പോകുന്നത് കറക്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ പോയി. ഓഫീസിലെത്തി കഴിഞ്ഞപ്പോഴേക്കാണ് ഭയങ്കരമായിട്ട് ചൂട്. പിന്നെ നേരെ വന്ന് അത്യാവശ്യം വിയർപ്പ് കാര്യങ്ങളും ചൂടൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഞാനിത് എപ്പോഴും കയ്യിൽ ഹോൾഡ് ചെയ്യുന്നൊരു സാധനമാണ്. ലിങ്കൊന്നുമില്ല. ഇതൊരു ലോക്കൽ ഒരു ഐറ്റമാണ്. പെർഫ്യൂമിന് പകരം നമുക്കൊരു ശകലം എന്താ പറയുക, ഒരു സോളിഡ് ടൈപ്പ് ലൈക്ക് ഒരു ഗമ്മ് ടൈപ്പ് നമുക്ക് എവിടെയെങ്കിലും തേക്കാം. പക്ഷേ ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒരു 5-10-15 മിനിറ്റേക്കേ ഉള്ളൂ. പിന്നെ ഒന്ന് ഒരുങ്ങാൻ കയറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വർക്കിനിരിക്കണ്ടേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ വീട്ടിലേക്ക് തിരിച്ചു വന്നു. സുഹൃത്തിൻ്റെ കൂടെയായിരുന്നു, ആൾ കൊണ്ടേ നമ്മളെ വിട്ടു. നമ്മളതെല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ഏർജൻറ്റ് കോൾ ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ വന്ന് ഫ്രഷൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി. അത്യാവശ്യം കോള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേണ്ടപ്പെട്ടവരുടെ കോള് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങൊക്കെ കുറേ നടന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അയൽപ്പക്കാർക്ക് എപ്പോഴുള്ളൊരു സംശയം, ഈ ടെറസിന് മുകളിൽ ആരെയും വിളിക്കുന്നത് എപ്പോഴും 4 കണ്ടും ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പറ്റാ.